എൻ്റെ പേര് ഡോക്ടർ ശ്രീദേവി. നമുക്കിന്ന് അർഷസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അർഷസ് മൂലക്കുരു, പൈൽസ്, ഹെമറോയിഡ്സ് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു. എന്താണ് അർഷസ്? ബുധത്തിന് ചുറ്റുമുള്ള സിരകൾ വീർക്കുന്ന ഒരു രോഗാവസ്ഥയാണ് അർഷസ്. അർഷസ് എന്ന വാക്കിന്റെ അർത്ഥം അരിയെപ്പോലെ, രോഗിയെപ്പോലെ ദ്രോഹിക്കുന്നത് എന്നതാണ്. ഇതൊരു ജീവിതശൈലി രോഗമായിട്ടും പാരമ്പര്യ രോഗമായിട്ടുമെല്ലാം അറിയപ്പെടാറുണ്ട്. അർഷസിന് ഉള്ള സാധ്യത കൂടുതലുള്ളവർ, ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഗർഭിണികൾ, നാരുള്ള ഭക്ഷണം കുറച്ച് കഴിക്കുന്നവർ, ഹൃദ്രോഗം, കരൾ രോഗം, ഉദര ആന്തരിക അർബുദങ്ങൾ ഉള്ളവർ, മദ്യപാനം, പുകവലി ഇവയുള്ളവർ എന്നിവരാണ്. അർഷസിനുള്ള കാരണങ്ങൾ: തുടർച്ചയായുള്ള മലബന്ധം, ഗുദമാർഗത്തിലുള്ള അർബുദം, സ്ത്രീകളിൽ തുടർച്ചയായ ഗർഭധാരണം, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്നിവയൊക്കെയാണ്. അർഷസിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ: മലത്തോടൊപ്പം ഇളം ചുവന്ന നിറത്തിലുള്ള രക്തം പോവുക, മലദ്വാരത്തിന്റെ അകത്തോ വെളിയിലോ ചെറിയ മുഴ അനുഭവപ്പെടുക എന്നിവയൊക്കെയാണ്. മലദ്വാരത്തിൽ ചൊറിച്ചിൽ, നീറ്റൽ എന്നിവയൊക്കെ ചിലരിൽ അനുഭവപ്പെടാറുണ്ട്. അർഷസ് പല വിധത്തിലുണ്ട്. അതിൽ ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള പൈൽസ് ഉണ്ട്. അതുപോലെ ബ്ലീഡിംഗ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പൈൽസ് ഉണ്ട്. അതിൽ ബ്ലീഡിംഗ് ഉള്ള പൈൽസിനെ ആർദ്ര അർഷസ് എന്നും ബ്ലീഡിംഗ് ഇല്ലാത്ത പൈൽസിനെ ശുഷ്ക അർഷസ് എന്നും പറയുന്നു. ബ്ലീഡിംഗ് ഉള്ളവരിൽ കാലക്രമേണ ഹീമോഗ്ലോബിൻ അളവ് കുറയാൻ സാധ്യതയുണ്ട്. ലക്ഷണങ്ങൾ പ്രകാരം അർഷസ് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി എന്നിങ്ങനെ 4 വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഫസ്റ്റ് ഡിഗ്രിയിൽ മലത്തോടൊപ്പം രക്തം മാത്രമായിരിക്കും പുറത്തു കാണപ്പെടുക. സെക്കൻഡ് ഡിഗ്രി ചെറിയ മുഴ മലത്തോടൊപ്പം പുറത്തേക്ക് തള്ളി വരികയും മലവിസർജനത്തിന് ശേഷം തനിയെ അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. തേർഡ് ഡിഗ്രിയിൽ മലവിസർജനത്തിനോടൊപ്പം പുറത്തേക്ക് തള്ളി വരുന്ന മുഴ അകത്തേക്ക് കൈകൊണ്ട് തള്ളി വെക്കേണ്ടതായി വരുന്നു. ഫോർത്ത് ഡിഗ്രിയിൽ അർഷസ് പുറത്തേക്ക് സ്ഥിരമായി തള്ളി നിൽക്കുന്നു. ഇതിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ലെവലുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി പൈൽസും ഭേദമാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ 1 വർഷം വരെയുള്ളതും ചെറിയതുമായിട്ടുള്ള പൈൽമാസും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. അതിൽ സെക്കൻഡ് ഡിഗ്രിയും തേർഡ് ഡിഗ്രിയും പൈൽസ് ഔഷധസേവയും അതിനോടൊപ്പം തന്നെ ക്ഷാരകർമ്മം, ക്ഷാരസൂത്രം എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതികളും ആയുർവേദത്തിൽ ഉണ്ട്. എന്തൊക്കെയാണ് അർഷസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? 15 വയസ്സിന് മുകളിലുള്ളവർ ദിവസവും 2.5 ലിറ്റർ ശുദ്ധജലമെങ്കിലും കുടിച്ചിരിക്കണം. കഠിനമായ ജോലി ചെയ്യുന്നവർ, കായിക താരങ്ങൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ 3-4 ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കണം. അർഷസ് ഉള്ളവർ 1.5 മാസമെങ്കിലും ഈ പറയുന്ന ഭക്ഷണരീതി പിന്തുടരുക. പ്രാതലിന് ഗോതമ്പ്, റൊട്ടി, ഓട്സ്, റാഗി, ഗോതമ്പ് നുറുക്ക് എന്നിവയൊക്കെ ഉൾപ്പെടുത്തുക. ഉച്ചയ്ക്ക് കുറച്ച് ചോറും 1 ഗോതമ്പ് ചപ്പാത്തിയും ധാരാളം പച്ചക്കറികളിൽ ചേന, നെല്ലിക്ക, പടവലം, ക്ഷീരവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. മാംസങ്ങളിൽ ആട്, താറാവ്, മുട്ടകളിൽ താറാവിന്റെ മുട്ട എന്നിവയെല്ലാം നല്ലതാണ്. എണ്ണകളിൽ കടുകെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. ക്യാബേജ്, ക്യാരറ്റ്, ഓറഞ്ച്, ആപ്പിൾ, മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം നല്ലതാണ്. നാര് ഉള്ളവയാണ് ഇവയൊക്കെ. നാര് വെള്ളത്തിനെ വലിച്ചെടുത്ത് സൂക്ഷിക്കുന്നു. അതുകൊണ്ട് നാരുള്ളത് മലബന്ധം ഒഴിവാക്കാൻ നല്ലതാണ്. ഒഴിവാക്കേണ്ടവ റവ, നൂഡിൽസ്, വെർമിസെല്ലി, അച്ചാറുകൾ, ബേക്കറി പലഹാരങ്ങൾ, വെള്ളരിക്ക, ചേമ്പ്, ഉഴുന്ന്, കടല, കോവയ്ക്ക എന്നിവയാണ്. അതിൽ ഈ പറഞ്ഞ പച്ചക്കറികൾ വാദത്തിന് കൂട്ടുന്നവയാണ്. വെള്ളരിക്ക, ചേമ്പ്, ഉഴുന്ന്, കടല, കോവയ്ക്ക. അതുകൊണ്ടാണ് അവ ഒഴിവാക്കണം എന്ന് പറയുന്നത്. കാരണം അവ മലബന്ധത്തിന് കൂട്ടുന്നു. ബ്ലീഡിംഗ് ഉള്ളവർക്ക് വെളുത്തുള്ളി ഉപയോഗിക്കാൻ പാടില്ല. തൈര് മലബന്ധം ഉണ്ടാക്കുന്നതിനാൽ തൈരും അർഷസ് ഉള്ളവർ ഉപേക്ഷിക്കേണ്ടതാണ്. വെണ്ണ കളഞ്ഞ മോരാണ് നല്ലത്. പിന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്, കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് ചുവന്നുള്ളി, ചേന, വെണ്ണ മാറ്റിയ മോര് എന്നിവയാണ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. മലബന്ധം ഒഴിവാക്കുന്നതിന് ധാരാളം വെള്ളവും കുടിക്കണം. പിന്നെ മറ്റൊരു കാര്യം, മലദ്വാരത്തിൽ കൂടിയുള്ള രക്തം പോക്ക് അർഷസിന് മാത്രമല്ല ഫിസ്റ്റുല അഥവാ ഭഗന്ധരം, ബുധമാർഗത്തിലുള്ള ക്യാൻസർ തുടങ്ങിയവയിലും ഉണ്ടാകാം. പരസ്യങ്ങളിൽ കാണുന്ന മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ കഴിച്ചാൽ ഇത്തരം രോഗങ്ങൾ മൂർച്ഛിക്കുകയും ചികിത്സിച്ചു മാറ്റാൻ ബുദ്ധിമുട്ടുള്ളവയുമായി മാറും. അതിനാൽ വിദഗ്ധരായ ഡോക്ടർമാരെ സമീപിച്ച് രോഗനിർണയം നടത്തി ശരിയായ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. നന്ദി.